ഒരു പ്രിവിലേജ് നോക്കണേ. ഒരു മന്ത്രിയുടെ പുത്രന് കല്യാണത്തിന് പോകാൻ ഔദ്യോഗിക വാഹനം. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിന്ന് ഒരു വിമർശനം നിങ്ങൾ കണ്ടോ? ഇന്നിപ്പോ ഗുരുവായൂരിൽ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് മലപ്പുറത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വിവാഹം കഴിക്കുന്ന മന്ത്രിപുത്രൻ വന്നത് 7-ാം നമ്പർ ഔദ്യോഗിക കാറ്. എന്തൊരു നിശബ്ദതയാണ്! ആർക്കും ഒരു പൊള്ളൽ കേൾക്കുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ഇടതുപക്ഷ മന്ത്രിമാരുടെ മക്കളുടെ വിവാഹത്തിന് ഔദ്യോഗിക വാഹനത്തിൽ ഇതുപോലെ വരനോ വധുവോ ആരും ആയിക്കോട്ടെ കടന്നു വന്നിരുന്നെങ്കിൽ എന്തൊരു വിവാദം നമുക്ക് കാണാമായിരുന്നു. കേരളത്തിലെ 2 തരം സോഷ്യൽ മീഡിയ മൈൻഡുകളെ നിങ്ങൾ കാണേണ്ടതാണ്. ഈ ദൃശ്യം പുറത്തു വന്നു. സർക്കാർ ചട്ടങ്ങളിൽ തന്നെ പറയുന്നത് ഔദ്യോഗിക വാഹനങ്ങൾ അത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രം. അപ്പോ മകന്റെ വിവാഹം ഔദ്യോഗിക കാര്യമാണോ? അല്ല, മന്ത്രിയുടെ സ്വകാര്യ കാര്യമാണ്. ആ സ്വകാര്യ കാര്യത്തിന് എങ്ങനെയാണ് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്യാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ നഗ്നമായ ഒരു ദുരുപയോഗം ചെയ്തതിന് ശേഷം മന്ത്രിയായപ്പോ അവിടെ നിന്ന മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ നോക്കുക, ഒരു ചാനൽ ക്യാമറാമാന് അനിൽകുമാർ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും കണ്ണിൽ ഈ ഔദ്യോഗിക വാഹനത്തിൽ വന്നത് ഒരു വിവാദമായി തോന്നിയതേയില്ല. എന്തൊരു പൊതിഞ്ഞു പിടിക്കലാണ്, എന്തൊരു പിന്തുണയാണ്! ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം. ഇടതുപക്ഷം എന്ത് ചെയ്താലും അതിനുള്ളിൽ നിന്ന് ഒരു വിവാദം കൃത്രിമമായി കുത്തിപ്പൊക്കുന്നവർ ഇങ്ങനെ ചില ചട്ടവിരുദ്ധ പ്രവർത്തനമോ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊരു വാർത്ത കൊടുക്കുകയോ ചെയ്തത് തെറ്റാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാതിരിക്കുന്ന ആ പ്രവണത അത് നാട് കാണേണ്ടതാണ്. എന്തുകൊണ്ട് AP അനിൽകുമാർ 7-ാം നമ്പർ ഔദ്യോഗിക വാഹനം വരന്റെ വിവാഹത്തിന് പോകുന്ന വാഹനമാക്കി മാറ്റി എന്ന ചോദ്യം അത് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതാണ്. മന്ത്രി എന്നാൽ പ്രത്യേക ഒരു പദവിയാണ്, ജനങ്ങളെ സേവിക്കാനുള്ള പദവി. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ ആവശ്യത്തിന് പോകുമ്പോൾ ഉപയോഗിക്കാനാണ് സർക്കാർ വാഹനങ്ങൾ നൽകുന്നത്. അല്ലാതെ സ്വന്തം മകന്റെ കല്യാണ വാഹനമായിട്ട് ആ മന്ത്രി വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്, അത് തെറ്റാണ്. അതിനെതിരെ ശബ്ദമുയർത്താതെ അടിമകളെ പോലെ വായും പൂട്ടി നിൽക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന വിടുപണി അത് ആർക്കു വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതാണ്.